എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു ചെറിയൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് പുട്ടിന്, അതുപോലെ ദോശയ്ക്ക്, പൂരിക്ക്, ചപ്പാത്തിക്ക് ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറുപയർ പരിപ്പാണ്, പിന്നെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി വേണം, അതുപോലെ പച്ചമുളക് വേണം, പിന്നെ അതിന് അരയ്ക്കാനുള്ള തേങ്ങ വേണം കുറച്ച്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറുപയർ പരിപ്പും ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ നുറുക്കി നമ്മൾ കുക്കറിലിട്ടു. ഇനി ഇഞ്ചി നമ്മൾ ചതച്ചിട്ടിടണം. ഇഞ്ചി നന്നായിട്ട് ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചതച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് നന്നായിട്ട് ഈ കഷ്ണങ്ങൾക്കൊക്കെ പിടിക്കും. അപ്പോൾ ഇഞ്ചി അതിനകത്ത് കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചതച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങയും നമ്മൾ അരച്ച് ചേർക്കുകയാണ് ചെയ്യുക. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയ്ക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള പച്ചമുളകും, ഞങ്ങളധികം എരിവ് ഉപയോഗിക്കാത്തത് കൊണ്ട് 2-3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ 2-3 തവണ ഇങ്ങനെ ആക്കുക ചെയ്യാവൂ. ഒരുപാട് അരയരുത്. ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി പോവും. അതുകൊണ്ട് ജസ്റ്റ് 2-3 തവണ ഒന്നിങ്ങനെ പൾസ് മോഡിലിട്ടിട്ട് അരയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ തേങ്ങയെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ബാക്കി നിങ്ങൾ കണ്ടു നോക്കൂ. അവസാനം നമ്മൾ തേങ്ങ ഒഴിച്ച് തിളപ്പിച്ച് വാങ്ങിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. ഞാനത് ഒഴിക്കുന്നത് വീഡിയോ വിട്ടുപോയി, അതുകൊണ്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. ഞാൻ അതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പുട്ടിനോ അതുപോലെ ചപ്പാത്തിക്കോ അതുപോലെ പൂരിക്ക്, ദോശയ്ക്ക് ഒക്കെ നല്ല ടേസ്റ്റാണ്. ചോറിനും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇഞ്ചി ഇല്ലെങ്കിൽ കുറച്ച് ചുക്കുപൊടി ഇട്ടാലും മതി. പക്ഷേ ഇഞ്ചി ചേർക്കുന്ന ടേസ്റ്റ് കിട്ടില്ല ചുക്കുപൊടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി തന്നെ ചേർക്കാൻ, ഇതുപോലെ ചതച്ചിട്ട് ചേർക്കാൻ ശ്രമിക്കാം. വേവിക്കുമ്പോൾ തന്നെ, കഷ്ണം വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഇഞ്ചി ചതച്ചിട്ടതിന്